ഗായ്സ്, നിങ്ങൾ എത്ര പേരുതാ ഈ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഒണിയനും കണ്ടിട്ടുണ്ട്? ഇത് ഞങ്ങൾ മാഫാമിൽ വാങ്ങാൻ പോയപ്പോൾ ഒണിയൻ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടെ കണ്ടാണ്. ഇതിൽ ഇവിടെ ഒരു കുഞ്ഞ് കേട്ട് പോലെ ഉണ്ട്. അപ്പോൾ ഇതൊരെണ്ണം കേട്ടോ അതിൽ നിന്ന് കിട്ടിയത്. നമുക്കെന്തായാലും ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഗായ്സ്, അപ്പോൾ നമുക്കെന്തായാലും ഒണിയൻ ഏരിയ. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ ഇങ്ങനെ ആയിരിക്കുന്നു ഇതിൻ്റെ തൊലി വരുന്നത്. എന്ന് വെച്ചാൽ ഇത് അത്രയും നൈസാണ്, അതാണ് അങ്ങനെ തൊലി വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇതിൻ്റെ തൊലി കളയാം. ഓൾറെഡി ഇതിൽ നന്നായിട്ട് ഇങ്ങനെ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഉണ്ടായില്ല, നമ്മളും കൂടി ഇവിടെ എത്തിയിട്ട് ഞാൻ എറിഞ്ഞ് കളിച്ചപ്പോൾ കൂടി നന്നായിട്ടായിട്ട് കേസ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ തൊലി കളയാം. എറിയലിനെ എപ്പോഴും ഉള്ളതാണ്, ചുമ്മാ ഞാൻ ചോറക്കിയതല്ല. അങ്ങനെ എറിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് വീണ്ടും എറിഞ്ഞാണ്. അപ്പോൾ എറിഞ്ഞപ്പോൾ നേരെ പോയി അതൊന്നും തട്ടിയതാണ്. അല്ലാണ്ട് ചോറക്കെറിയൽ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ചെയ്താൽ തന്നെ വരത്തുമില്ല എന്ന് വെച്ചപ്പോൾ ചോറക്കിയതാണെന്ന് വിചാരിക്കരുത്, അതിന് രസം ഉണ്ടാവും. നമുക്ക് എൻ്റെ തൊലി കളയാം. വൈറ്റാണ് ഗൈസ് ഉള്ളിൽ. ഗൈസ്, ഞാൻ എരിയുമ്പോൾ ഉണ്ണി വന്നു. നമുക്ക് അവളിവിടെ കളിച്ച് അവള് പോകില്ല. അവള് ഇങ്ങനെ പിന്നെ ഇവിടെ ഇരിക്കുകയുള്ളൂ ഗൈസ്. പിന്നെ ഉണ്ണീനെ ഞാൻ ഇറക്കി കൊടുത്തു. പിന്നെ ഈ തൊലി പോകാൻ നമുക്ക് നെയിൽ വേണം. എനിക്ക് നെയിലില്ലാത്തതുകൊണ്ട് കത്തിയുടെ സൈഡിലിടുന്നു. എന്ന് വെച്ചിട്ട് നമ്മൾ ഇരിക്കും മറ്റേ സവാള നമ്മൾ കത്തിയോടല്ല ചെയ്യുന്നത്. ഇത് കത്തിയോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ഫീലാക്കി കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതത്രയും നൈസാണ്. ഐസിന് തൊലി കളഞ്ഞു കേട്ടോ. തൊലി കളഞ്ഞത് കൊണ്ടോ നല്ല വൈറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരു ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് നന്നായിട്ട് നൈസായിട്ട് അരിയാം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവിടെയൊക്കെ വെള്ള ഭാഗമാണ്, പക്ഷെ ഇതിൽ ഇനിയും തൊലി ഉണ്ട്. ഇതിൻ്റെ കളർ വരുന്നതേ ഉള്ളതാണ് ആവണുണ്ടായുള്ള സവോള ഒണിയൻ. അപ്പം ഇനി ഈ തൊലിയൊക്കെ കൂടി പറിച്ചിട്ടാണ് അരിയുക. അപ്പം അതെന്തെങ്കിലും അരിഞ്ഞിട്ട് കാണിച്ചു തരാം. ടേസ്റ്റ് ഒരു കുഞ്ഞ് പീസ് ഉണ്ട്, അത് ഞാൻ അരിയണം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചുതരാം. കഴിഞ്ഞ വയസ്സ് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത്. വൈറ്റ് തന്നെ, പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ സാധാ വയ്ക്കുന്ന ഉണയനില്ലേ, അതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ, പക്ഷെ ആ പുകച്ചത് നന്നായിട്ട് സാധാ വയ്ക്കുന്ന ഇങ്ങനെ പീസ് ചെയ്ത് ഉണിയിലേക്ക് അതില്ല. പക്ഷെ ഇത് കഴിക്കുമ്പോഴത്തെ നമുക്ക് ഇതിലോട്ട് ഞാൻ സത്യം ഈ ഉണിയും മാത്രമേ കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചുണ്ടാക്കുന്നൊക്കെ കാണിക്കാണ്. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഉപ്പിടാം. ഉപ്പിട്ടാം. നമുക്ക് വിനാഗിരി ഇടയാം. പാത്രം ഫ്രെയിമിലുണ്ടായില്ല കൈസ്, സോറി. ഇതാ ഇപ്പം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഓണിയനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. കഴിച്ചോട്ടോ. നിങ്ങൾ സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കഴിക്കുന്ന പോലെ തന്നെ കുറച്ച് ആ പൊകട്ടിൽ ഇപ്പൊക്കെ ഇട്ടപ്പോൾ അത് കുറഞ്ഞുണ്ട്.